നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അതിൻ്റെ സമ്മേളനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CPIMൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള പോസ്റ്റ് ഇതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അഭിമുഖീകരിക്കേണ്ടി വരാത്ത ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി 2015 മുതൽ ഈ 2024-25 അടുത്ത പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഈ സംഘടനയെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ യെച്ചൂരിയെക്കുറിച്ച് ആർക്കും വലിയ തോതിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഒരു മരണമാണ് ഒരു വ്യക്തിയെ അടയാളപ്പെടുത്താൻ, അതുപോലെ തന്നെ മാധ്യമ ശൃംഖലയും അടക്കം ഒരാൾ മരിക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വാസ്തവം. ഒരുപക്ഷെ യെച്ചൂരിയെക്കുറിച്ച് ഇത്രയും അധികം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദിവസങ്ങളുണ്ടാകും. ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന യെച്ചൂരി ഈ ഒരു രാജ്യത്ത് ഇത്രയും പ്രൗഢമായി ഈ നാടിനെ നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നൊരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം. ഇത് എവിടെയും തമാശ രൂപേണ പറഞ്ഞു പോകേണ്ട കാര്യം, അല്ലെങ്കിൽ CPMൻ്റെ ഒരു നേതാവായതുകൊണ്ട് വാതോരാതെ പ്രസംഗിക്കുന്ന കാര്യവും. ഓരോ കാര്യങ്ങളും അക്കമിട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ സഖാവ് യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം 74-ൽ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി SFIയുടെ ഭാഗമായി വരികയും 75-ൽ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരികയും 84-ൽ അദ്ദേഹം കേന്ദ്ര സെക്രട്ടേറിയറ്റ്, അതായത് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിൻ്റെ 33 വയസ്സിലാണ് അദ്ദേഹം വരുന്നത്. 85-ൽ പോളിറ്റ് ബ്യൂറോയിലും ഏകദേശം 10-35 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് 2015 ഇദ്ദേഹം ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഇന്ത്യയിൽ തന്നെ എണ്ണത്തിൽ വളരെ ശുഷ്കമാണെങ്കിൽ പോലും എല്ലാ നേതാക്കളും നല്ല വ്യക്തിത്വമുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൗശലമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യം പറഞ്ഞു വെക്കാൻ പറ്റുന്ന, ആ ചെരുമയുടെ നിലപാട് പിടിച്ച് ഇടതുപക്ഷമായിട്ടുള്ള ഹൃദയപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പോയവരാണ്. സീതാറാമിനെ പറയുന്നത് പോലെ തന്നെ സഖാവ് EMSൻ്റെയും ഹർഷിത് സിംഗ് സുർജിത്തിൻ്റെയും ഒക്കെ പേരുകൾ ഇദ്ദേഹത്തോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന പേരുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,